നമസ്കാരം. പ്രധാന വാർത്തകൾ. വാഹന പരിശോധനയ്ക്കിടെ തൃത്താല SI ശശികുമാറിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒളിവിൽ പോയ പ്രതി അജീഷിനെ പിടികൂടിയത് തൃശൂരിൽ നിന്ന്. മണ്ണാർക്കാട് മയക്കുമരുന്ന് വേട്ട വിൽപ്പനയ്ക്കെത്തിച്ച 17 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ. അരയങ്ങോട് സ്വദേശി സുഹൈലാണ് അറസ്റ്റിലായത്. ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത CPMന്റെ പഴയ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് PK ശശി. ഇന്ന് കമ്പ്യൂട്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ ജനം അവരെ ചങ്ങലക്കിടും. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ചുറ്റുമതിലും സൗരോർജ്ജ വേലിയും നിർമ്മിക്കും. ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലം വിട്ടു നൽകിയതിലൂടെ ലഭിച്ച തുക ഇതിനായി വിനിയോഗിക്കും. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃത്താലയിൽ പോലീസിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് പിടിയിലായത്. ഇതോടെ കേസിൽ ഉൾപ്പെട്ട 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കാർ ഓടിച്ചിരുന്ന ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ്, കൂടെയുണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശി അജീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. ഒളിവിൽ പോയ കേസിലെ പ്രധാന പ്രതി അലൻ അഭിലാഷിനെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പട്ടാമ്പിൽ നിന്നുമാണ് പിടികൂടിയത്. രാത്രിയോടെ ഒറ്റപ്പാലം സ്വദേശി അജീഷിനെ തൃശ്ശൂരിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി വെള്ളിയാങ്കല്ലിന് സമീപം മംഗലത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ റിവേഴ്സ് ഇങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും അവിടെ സാറ് ഇറങ്ങിയില്ലായിരുന്നു. ഞങ്ങൾ ചെയ്യുമ്പോൾ ആ സാറ് ഫ്രണ്ടിലേക്ക് റിവേഴ്സ് എടുത്തിട്ട് എന്തുണ്ടായി? റിവേഴ്സ് എടുത്തിട്ട് എങ്ങോട്ട് റിവേഴ്സ് എടുത്തത്? എവിടെ തട്ടിയത്? ആ റോട്ടിലേക്ക് പോയായിരുന്നു. അപ്പോഴാണ് വെള്ളിയാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് മംഗലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് കാറുമായി 2 അംഗ സംഘത്തെ കണ്ടത്. പോലീസിനെ കണ്ടതോടെ കാറുമായി രക്ഷപ്പെടുന്നതിനിടെയായിരുന്നു കാർ SI ശശികുമാറിനെ ഇടിച്ചത്. പരിക്ക് പറ്റിയ SI ചികിത്സയിലാണ്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മയക്കുമരുന്ന് വിൽപ്പനയുമായി പ്രതികൾക്ക് ബന്ധമുള്ളതായാണ് പോലീസ് നൽകുന്ന സൂചന. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രതികളെ വൈകുന്നേരത്തോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് ഒരു സൊസൈറ്റി ഇരിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നില്ല. നമ്മളെ ഇതിൽ 1-ാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. മണ്ണാർക്കാട് നഗരമധ്യത്തിൽ വിൽപ്പനയ്ക്കെത്തിച്ച നിരോധിത ലഹരി മരുന്നായ 17 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ. മണ്ണാർക്കാട് അരയങ്ങോട് വട്ടത്തുപറമ്പിൽ സുഹൈലിനെയാണ് മണ്ണാർക്കാട് പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിലെ വെൽക്കം പ്ലാസ കോംപ്ലക്സ് പരിസരത്തു പോലീസ് നടത്തിയ പരിശോധനയിലാണ് സുഹൈൽ പിടിയിലായത്. ഇയാളിൽ നിന്ന് 17.42 ഗ്രാം മെത്താഫിറ്റമിൻ പിടിച്ചെടുത്തു. ലഹരി മരുന്ന് വാങ്ങാൻ എത്തിയവരെന്ന് സംശയിക്കുന്ന മറ്റു 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ചുറ്റുമതിലും സൗരോർജ്ജ തൂക്കുവേലിയും നിർമ്മിക്കാൻ പദ്ധതി. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേക്കായി കേന്ദ്രത്തിന്റെ 8 ഏക്കർ സ്ഥലം വിട്ടു നൽകിയതിലൂടെ ലഭിച്ച തുകയാണ് ഇതിനായി വിനിയോഗിക്കുക. ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനകൾ ചുറ്റുമുള്ളവരുടെ സ്വൈരജീവിതത്തിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. സൈലന്റ് വാലി മലനിരകളിൽ നിന്നും കരടിയോട്, അമ്പലപ്പാറ, ഇരട്ടവാരി ഭാഗങ്ങൾ വഴിയാണ് കാട്ടാനകൾ ഫാമിലേക്ക് കയറുന്നത്. ഇവിടെ തമ്പടിക്കുന്ന കാട്ടാനകൾ സമീപത്തെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഈ മാസം ആദ്യവാരം അമ്പലപ്പാറ വഴിയെത്തിയ കാട്ടാനകൾ നിരവധി പേരുടെ കൃഷികളാണ് ദിവസങ്ങൾ കൊണ്ട് ചവിട്ടിയരച്ചത്. വീടുകൾക്ക് മുന്നിലെ ചക്ക ലക്ഷ്യമാക്കി മിക്ക ദിവസങ്ങളിലും ഇവ ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാവാറുണ്ട്. കേന്ദ്രത്തിൽ ആനകളെത്തുന്നത് തടയണമെന്ന സമീപവാസികളുടെ ആവശ്യത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് തെളിയുന്നത്.
വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ഗവേഷണ കേന്ദ്രത്തിന് ചുറ്റുമതിലും സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കാനാണ് പദ്ധതിയായത്. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേക്കായി കേന്ദ്രത്തിന്റെ 8 ഏക്കർ സ്ഥലം വിട്ടു നൽകിയതിലൂടെ ലഭിച്ച തുകയാണ് ഇതിനായി വിനിയോഗിക്കുക. സർവേ നടപടികളും സ്ഥലമേറ്റെടുപ്പും പൂർത്തിയാവുകയും 23 കോടി രൂപ നഷ്ടപ്രതിഫല തുകയായി സർവകലാശാലയ്ക്ക് നൽകുകയും ചെയ്തതായാണ് വിവരം. അതിനിടെ ഗവേഷണ കേന്ദ്രം അധികൃതർ പ്രതിരോധ സംവിധാനങ്ങൾക്കായി വിശദമായ പദ്ധതി സർവകലാശാലയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 400 ഏക്കറിലധികം ഭൂവിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവിഴാംകുന്നിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം കേരള വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്യാമ്പസ് കൂടിയാണ്. ഇതിൽ 113 ഏക്കറോളം കാട് പിടിച്ചു കിടക്കുകയാണ്. ഇവിടെയുള്ള പനകളും ചക്കയും വറ്റാത്ത വെള്ളവുമാണ് ആനകളെ ആകർഷിക്കുന്നത്. ആനകളെ തടയാൻ പ്രതിരോധ വേലി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 4 വർഷം മുമ്പ് തിരുവിഴാംകുന്ന് മുറിയക്കണ്ണി പ്രദേശവാസികൾ സർവകലാശാല വൈസ് ചാൻസലർക്ക് നിവേദനം നൽകിയിരുന്നു. തുടർന്ന് സർവകലാശാലയുടെ ആന പഠന കേന്ദ്രം ഡയറക്ടർ TS രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കുകയും സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഫാമിനകത്തേക്ക് കാട്ടാനകൾ കയറുന്നത് തടയാൻ കിടങ്ങും വൈദ്യുതി തൂക്കുവേലിയും അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല അധികൃതർ വനംവകുപ്പുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. അനുമതി ലഭ്യമാകുന്ന പക്ഷം അടുത്ത വർഷത്തോടെ ചുറ്റുമതിലിൻ്റെയും തൂക്കുവേലിയുടെയും നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഗവേഷണ കേന്ദ്രം അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത CPM-ന്റെ പഴയ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് PK ശശി. ട്രാക്ടർ വന്നപ്പോൾ പോത്തിനെ ഉപയോഗിച്ച് തന്നെ പണിയെടുക്കണമെന്ന വാദം ഉയർന്ന നാടാണ് നമ്മുടേതെന്നും ഇന്ന് ആരെങ്കിലും പോത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കമ്പ്യൂട്ടർ വേണ്ടെന്നും പറഞ്ഞാൽ അവരെ ജനം ചങ്ങലക്കിട്ട് ആശുപത്രിയിലാക്കുമെന്നും KTDC ചെയർമാൻ PK ശശി പറഞ്ഞു. കുമരംപുത്തൂർ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് CPM-ന്റെ പഴയ നിലപാടിനെ പരോക്ഷമായി പരിഹസിച്ചത്. ഇന്ന് ആരെങ്കിലും പോത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാലോ കമ്പ്യൂട്ടർ വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാലോ ആരുടെയും ആഹ്വാനമില്ലാത്ത നാട്ടുകാർ തന്നെ ഇവരെ ചങ്ങലക്കിട്ട് ആശുപത്രി കൊണ്ടുപോകില്ലേ? എന്താ കാര്യം? അപ്പം ആ കാലത്തല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇന്ന് എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടറാണ്. പഠിക്കുന്ന ഈ കുട്ടികളുടെ കയ്യിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ട്. എന്താ കമ്പ്യൂട്ടർ? സ്മാർട്ട് ഫോണാണ് കമ്പ്യൂട്ടർ. അതിലെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല, സമ്പാദിക്കാൻ സാധിക്കാത്ത ഒരറിവുമില്ല. അറിവിന്റെ ചക്രവാളം, ഹൊറൈസൺ, അറിവിന്റെ ചക്രവാളം എന്ന് പറയും, വിജ്ഞാനത്തിന്റെ ചക്രവാളം എന്ന്. വിജ്ഞാനം എന്ന വാക്കാണ് ഏറ്റവും ശരി. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സനം കല്ലടി, സബ് ഇൻസ്പെക്ടർ PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കാഞ്ഞിരപ്പുഴ സ്വദേശി അരുൺ സുന്ദർ, ഫുട്ബോൾ താരം ആകാശ് കുന്നത്ത്, SSLC, +2, LSS, USS വിജയികൾ എന്നിവരെ ആദരിച്ചു. പ്രസിഡന്റ് P മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CP അനിൽകുമാർ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു, പഞ്ചായത്ത് അംഗം രുക്മിണി കുഞ്ചീരത്ത്, ഡയറക്ടർ PM ബാബു, സെക്രട്ടറി E സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കിട്ടും മധുരം നൽകിയുമെല്ലാം വിശ്വാസികൾ പെരുന്നാൾ ദിനം ഹൃദ്യമാക്കി. പുത്രസ്നേഹത്തെ വെല്ലുന്ന ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ ഉണർത്തിയാണ് ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചത്. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ നിരവധി വിശ്വാസികൾ ഒത്തുചേർന്നു. സ്വന്തം മകന് ബലി നൽകണമെന്ന ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച ഇബ്രാഹിം നബിക്ക് മകന് ബലി നൽകുന്നതിന് പകരം ദൈവദൂതൻ ഒരാടിനെ എത്തിച്ചു എന്നാണ് ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ചരിത്രം. ഈ സംഭവത്തിന്റെ ഓർമ്മ പുതുക്കി ആടുമാടുകളെ ബലി നൽകി മാംസവിതരണവും നടന്നു. പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കിട്ടും മധുരം നൽകിയും വീടുകളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും കുടുംബ സന്ദർശനം നടത്തിയുമെല്ലാം വിശ്വാസികൾ പെരുന്നാൾ ദിനം ഹൃദ്യമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചരിത്ര വിജയം നേടിയ നിയുക്ത MP ഷാഫി പറമ്പിൽ പെരുന്നാൾ ആഘോഷത്തിനായി ജന്മനാടായ ഓങ്ങല്ലൂരിലെത്തി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഷാഫിയെ അഭിനന്ദിക്കാൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടകരയിലെ നിയുക്ത MP ഷാഫി പറമ്പിൽ ജന്മനാടായ ഓങ്ങല്ലൂർ കാരക്കാട് എത്തിയത്. വടകരയിലെ ചരിത്ര വിജയത്തിനു ശേഷമാണ് ഷാഫിയുടെ വരവ്. രാവിലെ പാറപ്പുറത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തു. നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷാഫിയെ നാട്ടുകാരും നേതാക്കളുമെല്ലാം വരവേറ്റു.
പട്ടാമ്പിയിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഷാഫിയെ കാണാൻ എത്തിയിരുന്നു. പാലക്കാടാകുമ്പോഴും പെരുന്നാൾ വേളകളിൽ ഓങ്ങല്ലൂരിലേക്ക് എത്തുന്ന പതിവ് ഷാഫി പറമ്പലിനുണ്ട്. ഇത്തവണയും അത് തെറ്റിച്ചില്ല. നാട്ടുകാർക്കും പ്രവർത്തകർക്കും ഒപ്പം സെൽഫിയെടുത്തും കുശലാന്വേഷണങ്ങൾ നടത്തിയും തറവാട് വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചുമാണ് ഷാഫി പറമ്പിൽ മടങ്ങിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. അനങ്ങൻമലയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർക്ക് മറ്റൊരു മനോഹര കാഴ്ച കൂടി. കാലങ്ങളായി കാടുമൂടി കിടന്നിരുന്ന പ്ലാക്കാട്ടുകുളമാണ് ഇപ്പോൾ നവീകരിച്ചുകൊണ്ട് ഹരിതശോഭ നിറഞ്ഞ പാടശേഖരങ്ങൾക്ക് നടുവിൽ കുളിർക്കാഴ്ചയായി മാറുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ കുളത്തിൽ കുളിക്കാനും പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനുമായി ഇവിടെ എത്തുന്നത്. അനങ്ങൻമലയുടെ താഴ്വാരത്താണ് വിശാലമായ ഈ പ്ലാക്കാട്ടുകുളം. പച്ചപ്പ് നിറഞ്ഞ പാടശേഖരത്തിന് നടുവിൽ ഏതാണ്ട് 200 മീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന കുളം മലയുടെ മടിത്തട്ടിൽ പുത്തൻ കാഴ്ചവിസ്മയമായി മാറുകയാണ്. കാലങ്ങളായി ഉപയോഗശൂന്യമായി കാടുമൂടിക്കിടന്നിരുന്ന പ്ലാക്കാട്ടുകുളം പി മമ്മിക്കുട്ടി MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരിക്കുന്നത്. മണ്ണിടിഞ്ഞ് കാടുമൂടി തൂർച്ചയുടെ വക്കിലെത്തിയ കുളം വൃത്തിയാക്കി ചുറ്റുമതിലും കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട്. നീന്തൽ വശമില്ലാത്തവർക്ക് പ്രത്യേക ക്രമീകരണവും അപകട സാധ്യതകളെ ഇല്ലാതാക്കുന്ന പ്രത്യേക കൈവരികളും നീന്തൽ പഠിക്കാനെത്തുന്നവർക്ക് ഏറെ സൗകര്യപ്രദമാണ്. ഇങ്ങനെയൊരു കുളം ലഭിച്ചതിൽ വലിയ സന്തോഷത്തിലാണ് പ്രദേശവാസികളും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഈ നീന്തലിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെയധികം അറിയാമായിരുന്നു. കാരണം നമ്മുടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പാടത്ത് പറമ്പിലും തൊടിയിലും എല്ലാ കുളങ്ങളിലേക്ക് എത്തും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ പറഞ്ഞാൽ ശരിക്കും അവർ ഈ ഗെയിമുകൾ അതുപോലെ ഫോണിന് ഒരുപാട് അഡിക്ഷൻ ആയതുകൊണ്ട് ഈ നീന്തലിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയില്ല. അത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞത്. ഇത് വലിയൊരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഞാനിപ്പോൾ ഇന്നലെയാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടി. ഒരുപാട് ആളുകളും ഇതാ കണ്ടില്ലേ, മോള് നീന്തലറിയില്ല പക്ഷെ അവൾ പോലും ഇറങ്ങി ധൈര്യത്തിൽ നീന്താനുള്ളൊരു ഇതവിടെ കിട്ടി. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്കും എല്ലാവർക്കും നീന്തൽ പഠിപ്പിക്കാനും ഇനി വരുന്ന തലമുറയ്ക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം നല്ലൊരു അനുഭവമായി മാറും. നല്ലൊരു എൻജോയ്മെൻറ്റുമാണ്. കുട്ടികൾ ഞായറാഴ്ചകളിലെ ഒഴിവ് ദിനങ്ങളിൽ വന്ന് ആസ്വദിക്കാനും നല്ലൊരു സംഭവമാണിത്. നമ്മൾ ചെറുപ്പകാലം മുതൽ പ്ലാക്കാട്ടുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്തൊരു സമയമാണ്. ഇപ്പോൾ ഞാൻ ആർമിയിൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സ്പോട്ടിൽ വരുന്നത്. ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. ഇത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമായി മാറി. കുട്ടികൾക്കായാലും ഇവിടുത്തെ ജനങ്ങൾക്കായാലും ബാക്കി എല്ലാം കൊണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പോട്ടായാലും എല്ലാം കൊണ്ടും വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു സമയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കുളം കഴിഞ്ഞ ദിവസം പി മമ്മിക്കുട്ടി MLA സന്ദർശിച്ചു. അവശേഷിക്കുന്ന പ്രവൃത്തികൾ കൂടി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് MLA പറഞ്ഞു. അനങ്ങാടി പഞ്ചായത്തിലെ 2ാം വാർഡിലെ പ്ലാക്കാട്ടുകുളം എന്ന് പറയുന്ന ഈ കുളം നവീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളും മുന്നോട്ട് വെച്ച ഈ ആവശ്യം വളരെ ആവശ്യമായിരുന്നു. ആ ആവശ്യം ജനകീയ ആവശ്യമായിരുന്നു എന്നുകൂടി ഈ സന്ദർഭത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അകത്തുള്ള പ്രവർത്തനങ്ങൾ കുറെ കഴിഞ്ഞെങ്കിലും പുറത്ത് ചില ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ചില പ്രവൃത്തികൾ കൂടി ബാക്കിയുണ്ട്. ആ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കി നമുക്കിതിൻ്റെ ഉദ്ഘാടനം ഒരു കേമമാക്കി നടത്താൻ വേണ്ടി കഴിയണം. അതിനുകൂടി നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ
പിന്നെ 2 കാര്യം വന്നിട്ടുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഈ കുളം ഇങ്ങനെ ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വിശ്രമ കേന്ദ്രമായി മാറാതിരിക്കാൻ ആവശ്യമായുള്ള ജാഗ്രത വേണം. ആ ജാഗ്രത കൂടുതൽ, അതിനൊരു ജാഗ്രതാ സമിതിയൊക്കെ ഇവിടെ ഉണ്ടാക്കണം. അതിനൊരു സഹായകരമായ രീതിയിൽ പറയുന്നത് ഒരു മിനിമാക്സ് ലൈറ്റ് ഈ കുളത്തിൻ്റെ പരിസരത്ത് ഘടിപ്പിച്ചാൽ അത് മൊത്തത്തിൽ ആളുകൾക്ക് ഗുണകരമാകും എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുടിക്കാനും ഇതിനൊക്കെ തന്നെ വരുന്ന ആളുകൾക്ക് മറ്റേ പ്രാഥമിക കാര്യങ്ങൾ മൂത്രമൊഴിക്കാൻ ഉൾപ്പെടെയുള്ള ഒരു ബാത്റൂം സൗകര്യം വേണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. സാധ്യതകൾ പരിശോധിച്ച് സ്ഥലലഭ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ട് ആ കാര്യം കൂടി നിർവഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ഞാനുണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അനങ്ങന്മലയുടെ ഗാംഭീര്യവും ചുറ്റും പരന്നുകിടക്കുന്ന വയലുകളുടെ പച്ചപ്പും കുളത്തിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ദിനേന പ്രായഭേദമന്യേ നിരവധി പേരാണ് കുളത്തിൽ നീന്തി തുടിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഇപ്പോൾ എത്തുന്നത്. പ്രാദേശിക വികസന ഫണ്ട് കൊണ്ട് 1 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കുളം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇത് 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുളം തൂർന്നത് നാമാവശേഷമായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൻ്റെ ആ ഒരു ഇടപെടൽ വലിയ തോതിൽ നമുക്ക് ഗുണകരമായി. ചരിത്രത്തിലേക്ക് തന്നെ ഈ കുളം ശ്രദ്ധിക്കപ്പെട്ടു. അതിന് നമ്മുടെ അനങ്ങടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളോടും പ്രത്യേകം ഈ പരിസരവാസികൾ എന്നുള്ള നിലയ്ക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത് ഏകദേശം 200 മീറ്റർ ചുറ്റളവിലാണ് ഈ കുളം നിർമ്മിക്കപ്പെട്ടുള്ളത്. 4 മീറ്റർ താഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള കുളിക്കാനുള്ള ഒരു അതായത് നീന്തൽക്കുളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീന്തൽക്കുളത്തിന് 2 സ്റ്റെപ്പുകളായിട്ട് ഏകദേശം 4 അടിയും 3 അടിയുമായിട്ട് 6 മീറ്റർ നീളവും 7 മീറ്റർ വീതിയിലുമായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൾക്കാർ കുളിക്കുന്നതും ഒക്കെ ഉള്ള ഒരു കുളം തന്നെയായിരുന്നു. പക്ഷെ അത് കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കുളമായിരുന്നു. അത് ഞങ്ങൾ ഭരണസമിതി ശശിയേട്ടൻ, അതുപോലെ പ്രസിഡന്റ് ചന്ദ്രേട്ടൻ മാതിരി അവരൊക്കെ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കുളത്തിന് MLA ഫണ്ട് വെച്ചതും ഈ കുളം പുനർനിർമ്മാണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചതും. അതിന് ഞാൻ വളരെയധികം അഭിമാനകരമാണ്. MLAക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 1 കോടി രൂപയാണ് ഈ കുളത്തിന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ അടക്കം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം മുതൽക്ക് ഈ കുളത്തിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അനങ്ങനടിയുടെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് മനം കുളിരുന്ന അനുഭവമാണ് പ്രാക്കാട്ടുകുളം സമ്മാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപ്പശ്ശേരി. യുവതിക്ക് മംഗല്യഭാഗ്യമൊരുക്കി CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി. 4 വർഷത്തോളമായി ലോക്കൽ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ സംരക്ഷണയിൽ കഴിയുന്ന ആലങ്ങാടുള്ള കോണിയമ്പുരയ്ക്കൽ ഹൗസിൽ അത്തിയപ്പൻ ഭാനുമതി ദമ്പതികളുടെ മകളായ അനുഷയുടെ വിവാഹമാണ് പാർട്ടി മുൻകൈയെടുത്ത് നടത്തി നൽകിയത്. കോവിഡ് കാലം മുതൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിനാണ് CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി താങ്ങായി മാറുന്നത്. താമസിക്കാൻ വീട് പോലും ഇല്ലാതിരുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞു വരുന്നത്. ഇവർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ സ്വകാര്യ വ്യക്തി പാർട്ടിക്ക് വിട്ടുകൊടുത്ത സ്ഥലം നൽകിയിട്ടുണ്ട്. അനുഷ SSLC വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ പഠനത്തിനും മറ്റു സഹായങ്ങളുമെല്ലാം പാർട്ടി നൽകി വരുന്നുണ്ട്. പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് കുടുംബം കണ്ടെത്തിയ വരൻ വയനാട് മാനന്തവാടി സ്വദേശി മഹേഷുമായുള്ള വിവാഹമാണ് ലളിതമായ ചടങ്ങിൽ തിങ്കളാഴ്ച നടന്നത്. 1 ലക്ഷം രൂപ ചെലവിൽ ചെറിയ സദ്യ അടക്കം ഒരുക്കിയാണ് ലോക്കൽ കമ്മിറ്റി വിവാഹം നടത്തിയത്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും മറ്റു സുമനസ്സുകളുടെയും സഹായത്തോടെ ഇത്തരമൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് CPM കടമ്പഴിപ്പുറം ലോക്കൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാർട്ടിക്കൊരു 20 സെന്റ് സ്ഥലം ഒരു മാന്യ വ്യക്തി നാരായണൻകുട്ടി സുമ ദമ്പതികൾ പാവപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടി ലോക്കൽ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയുണ്ടായി. ലോക്കൽ കമ്മിറ്റി പരിധിയിലെ ഏറ്റവും പാവപ്പെട്ട 5 കുടുംബം കണ്ടെത്തി. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരും അതിലെ ഗുണഭോക്താവായി
തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്ഥലത്തിന്റെ ഗുണഭോക്താവായി തെരഞ്ഞെടുത്തതിന് ശേഷം SLC അതേപോലെ പാസ്സായി നിൽക്കുന്ന സമയമായിരുന്നു ഈ പെൺകുട്ടി. ആ സമയത്ത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് പാർട്ടി നേരിട്ട് അന്വേഷിക്കുകയും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ ആവശ്യമായ ചെലവുകളും അതേപോലെ തന്നെ അവരുടെ മറ്റു ചെലവുകളെല്ലാം എടുത്തും കൊണ്ട് ഒരു 2-3 വർഷമായി പാർട്ടിയുടെ പൂർണ്ണമായ സംരക്ഷണയിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഈ ചെറിയ കുടുംബത്തിന്റെ സാധാരണഗതിയിലുള്ള ഒരു ചെറിയ ചടങ്ങായിട്ടൊരു വിവാഹം നടത്തി കൊടുക്കണമെന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റിയും അതേപോലെ തന്നെ അതിന് മുൻകൈയെടുത്ത ലോക്കൽ കമ്മിറ്റി സഹാക്കളായ സഹാവ് ശ്രീലത, സഹാവ് ദീപു എന്നിവരെല്ലാം തന്നെ മുൻകൈയെടുത്ത് മറ്റെല്ലാ ലോക്കൽ കമ്മിറ്റികളും അതേപോലെ പാർട്ടി അനുഭാവികളും ബന്ധുക്കളും ബ്രാഞ്ച് സെക്രട്ടറിമാരും എല്ലാം തന്നെ സഹായിച്ച് ഇന്ന് അവരുടെ വിവാഹം നടത്തി കൊടുത്തിരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ MV കിട്ടു സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടവും 4ാമത് വാർഷികവും K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC, +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വായനശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ശ്രീ MV കിട്ടു സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തെ വരവേൽക്കുന്നത് എന്നത് ഏറെ സന്തോഷകരവും അതിലേറെ അഭിമാനകരവുമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുമാണ്. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു ഇടമാണ് നമ്മുടെ വായനശാലകൾ. ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ, ബ്ലോക്ക് സ്ഥിരം വികസന സമിതി ചെയർപേഴ്സൺ VK രാധിക, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് AM ഉഷാദേവി, വായനശാല സെക്രട്ടറി എബിൻ ബേബി, ഗ്രാമപഞ്ചായത്ത് അംഗം C. ഹരിദാസൻ, KK ലിനി, N. അമ്പിളി, P. അരവിന്ദാക്ഷൻ, MC വാസുദേവൻ, P. ചന്ദ്രൻ, MV സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രദേശത്തു നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ കൊടക്കാട് EMS പബ്ലിക് ലൈബ്രറിയിൽ ഗലീലിയോ ബാലവേദി മൈത്രി മെഹന്തി ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഫെസ്റ്റ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി തിരിച്ചാണ് ഫെസ്റ്റ് നടന്നത്. 16 ടീമുകളായി നടത്തിയ ഫെസ്റ്റിൽ 32 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 1, 2, 3 സ്ഥാനം നേടിയ ടീമുകൾക്കും കൂടാതെ പങ്കെടുത്ത എല്ലാവർക്കും ബാലവേദി സമ്മാനമൊരുക്കിയിട്ടുണ്ട്. അടുത്ത ബാലവേദി യോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് KS ജയൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. K. സുമയ്യ, KV ചിത്ര, PC സൈനബ, ഗലീലിയോ ബാലവേദി സെക്രട്ടറി C. അനഘ, ലൈബ്രറി പ്രസിഡന്റ് N. ജമാലുദ്ദീൻ, സെക്രട്ടറി C. രാമൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. മണ്ണാർക്കാട് മേഖലയിലും ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. ഈദ്ഗാഹുകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മണ്ണാർക്കാട് GMUP സ്കൂളിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഈദിന്റെ സന്ദേശം പൂർണ്ണമാകുകയെന്ന് ഖുത്ബ നിർവഹിച്ച ബുഷൈറുദ്ദീൻ ഷാർഗി പറഞ്ഞു. ഓട്ടത്തിലൂടെ പഠിപ്പിക്കുന്നത് പാരസ്പര്യത്തിന്റെ ബന്ധമാണ്, അടിച്ചമർത്തത്തിന്റെ ബന്ധമല്ല. അങ്ങനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചുമുള്ള ബന്ധമാണ് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബു മാസ്റ്റർ, കളത്തിൽ ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ മതവിഭാഗക്കാരും പൊതുപ്രവർത്തകരും ഈദ്ഗാഹിന് സാക്ഷികളായി. പലപ്പോഴും യാറും സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ ഒത്തുചേർന്നു. ഹനീഫ വണ്ടൂർ നേതൃത്വം നൽകി. മധുര വിതരണവും ഉണ്ടായി. വല്ലപ്പുഴ മദീന മസ്ജിദിന്റെ കീഴിൽ നടന്ന ഈദ്ഗാഹിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. അബ്ദുൽ ഷുക്കൂർ മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിശ്വമാനവികതയും സഹോദര്യവുമാണ് ബലിപെരുന്നാളും ഹജ്ജും ലോകത്തിന് നൽകുന്ന പ്രധാന സന്ദേശമെന്ന് ഡോക്ടർ P. അബ്ദുൽ സലാഫി. ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ കീഴിൽ പട്ടാമ്പി MES സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേക സജ്ജമാക്കിയ ഈദ്ഗാഹിൽ നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ ഇവിടെ ഈദ്ഗാഹിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി.
മറ്റു വാർത്തകൾ. PSC പരീക്ഷയിൽ ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്രത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ അമ്പലപ്പാറ സ്വദേശിനി സ്നേഹയെ അനുമോദിച്ചു. കെ പ്രേംകുമാർ MLA സ്നേഹയെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്ര അധ്യാപക നിയമനത്തിനുള്ള PSC പരീക്ഷയിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും 1ാം റാങ്ക് കരസ്ഥമാക്കിയ അമ്പലപ്പാറ കൂനന്മല വാർഡിലെ മേലെപുരയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെയും രാജകുമാരിയുടെയും മകളായ സ്നേഹയെയാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. കെ പ്രേംകുമാർ MLA സ്നേഹയെ മെമന്റോ നൽകി ആദരിച്ചു. ഇത്തരത്തിലുള്ള സന്തോഷകരമായ ഒരു ഒത്തുചേരലിന് അതിന് വേദിയാകുന്നു എന്നത് തന്നെ നാടിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. PSC കോച്ചിങ്ങിന് എവിടെയും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ചാണ് സ്നേഹ ഈ മികച്ച വിജയം ഹയർ സെക്കൻഡറി PSC പരീക്ഷയിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ കാസർഗോഡ് ജില്ലയിൽ 1ാം റാങ്കുകാരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. പ്രത്യേക പരിശീലനങ്ങളോ ട്യൂഷനോ ഇല്ലാതെയാണ് സ്നേഹ തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, വാർഡ് മെമ്പർ K അനിൽകുമാർ, CC രാജൻ, KV സോമസുന്ദരൻ, KK ശിവശങ്കരൻ, PP ഹരിദാസ്, S സഞ്ജീവ്, A മോഹൻദാസ്, M ശിവദാസ്, A രഞ്ജിത എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. വിജയത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് സ്നേഹ പറഞ്ഞു. ഇവിടെ വരാൻ സാറ് ഒരുപാട് സന്തോഷം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്ര സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 23ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ജൂലൈ 20-21 തീയതികളിലായി ശ്രീകൃഷ്ണപുരത്ത് നടക്കും. സമ്മേളന ലോഗോ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ് K കോമളകുമാരി, CITU ഡിവിഷൻ കമ്മിറ്റി അംഗം MC വാസുദേവന് നൽകി പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. കൺവീനർ V പ്രജീഷ് കുമാർ, ഏരിയ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, A ശിവശങ്കരൻ, P രാമനുണ്ണി, M ഹരിദാസൻ, C ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ വിപിൻ നാഥാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. ഗ്ലോബൽ KMCC വല്ലപ്പുഴ ധനസഹായ ഫണ്ട് ശേഖരണാർത്ഥം നടത്തുന്ന സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം നിർവഹിച്ചു. ഗ്ലോബൽ KMCC വല്ലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് കബീർ കളത്തിൽ അധ്യക്ഷൻ. ആറ്റക്കോയത്തങ്ങൾ ഫാറൂഖ് മാസ്റ്റർക്ക് ആദ്യ കൂപ്പൺ കൈമാറി. അബ്ദുൽ സമദ് യാറം, അഡ്വക്കേറ്റ് MA ജമാൽ, MT കുഞ്ഞി മുഹമ്മദ്, അബ്ദുൽ സലാം, സദക്കത്തുള്ള, യൂസഫ് ഹാജി, അബ്ബാസ് ഹാജി എന്നിവർ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. ലൈറ്റ് ഹെവി വാഹനങ്ങളുടെ വർക്ക്ഷോപ്പും വാട്ടർ സർവീസുമായി പെരുമ്പനച്ചിയിൽ വർക്ക്ഷോപ്പ് ആൻഡ് വാട്ടർ സർവീസ് മുതലപ്പാറ കാവിന് വടക്ക് വശം കടമ്പൂർ അമ്പലപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. K പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അമ്പലപ്പാറയുടെ മണ്ണിൽ കടമ്പൂരിൽ മുതലപ്പാറക്കാവിന് വടക്കുവശത്തായാണ് പെരുമ്പരച്ചിയിൽ വർക്ക്ഷോപ്പ് ആൻഡ് വാട്ടർ സർവീസ് പ്രവർത്തനം ആരംഭിച്ചത്. ലൈറ്റ് ഹെവി വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളും വാട്ടർ സർവീസും എഞ്ചിനീയറിംഗ് വർക്കുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരുമ്പരച്ചിയിൽ വർക്ക്ഷോപ്പ് ആൻഡ് വാട്ടർ സർവീസിന്റെ പ്രവർത്തനം. K പ്രേംകുമാർ MLA സ്ഥാപനം നാടിന് സമർപ്പിച്ചു. വാഹനം വാങ്ങുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ വാങ്ങുന്ന വാഹനങ്ങൾ സ്വാഭാവികമായും അത് റോഡിൽ ഓടുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സർവീസ് നടത്തേണ്ടതായിട്ട് വരും. അതിന് നഗരപ്രദേശങ്ങളെന്നോ ഗ്രാമപ്രദേശങ്ങളെന്നോ വ്യത്യാസമില്ലാതെ സുരക്ഷിതമായി വിശ്വാസ്യതയോടുകൂടി തങ്ങളുടെ വാഹനം എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ അത് റിപ്പയർ ചെയ്യാനുള്ള വർക്ക്ഷോപ്പുകൾ തങ്ങൾക്ക് അടുത്തുണ്ടാവുക എന്നത് ഏതൊരു നാടിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ഇവിടെ മുതലപ്പാറക്കാവിന് സമീപത്ത് പെരുമ്പനച്ചിയിൽ എന്ന പേരിൽ ഒരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെ വാട്ടർ സർവീസ് സെൻ്ററും ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ഇത്തരമൊരു സ്ഥാപനം നാട്ടിൽ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടാകും. ആ ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലും നല്ല സർവീസ് നൽകാനും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് മികച്ച സേവനം നൽകാനും ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി. കടമ്പൂർ സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് വികാരി ഫാദർ സന്തോഷ് അലക്സാണ്ടർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്ഥാപനം വരുമ്പോൾ നമുക്കറിയാം, നാട് വികസിച്ചു തുടങ്ങി. അത് അവിടേക്ക് ഒത്തിരി പേര് കടന്നു വന്ന് ഉത്തരോത്തരം അത് അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് നാട് ഒന്നുകൂടെ മെച്ചപ്പെടും. ഈ കടമ്പൂർ പ്രദേശം മുതലപ്പാറക്കാവിന് സമീപത്ത് ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഈ നാട് പുറത്തേക്ക് അറിയപ്പെടാൻ തുടങ്ങുകയാണ്. അത് ശ്രീകൃഷ്ണപുരം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മുതലുള്ളവർ, ഒറ്റപ്പാലം മുതലുള്ളവർ ഇങ്ങോട്ടേക്കാണെങ്കിലും ഇങ്ങനൊരു സർവീസ് സെൻറ്റർ, വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ ഇവിടെ വരുന്നു. ഇതിനോടനുബന്ധിച്ച് മറ്റ് സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു നാടിൻ്റെ വളർച്ചയാണ് ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവരിക. അതിന് മുൻകൈയെടുത്ത സുനിലിനെയും അവരുടെ പ്രിയപ്പെട്ടവരെയുമൊക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ മംഗളങ്ങളും എല്ലാ സഹകരണങ്ങളും നമുക്കൊക്കെ ചെയ്യാവുന്നത് ഇവരോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ മറ്റു ദൂരദേശങ്ങളിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് സമീപ പ്രദേശത്ത് നമുക്കൊരു സർവീസ് സെൻ്റർ കിട്ടുമ്പോൾ അവിടെ കൊണ്ടുവരിക. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ എ ബിജിത, അനിൽകുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സി രാജൻ, സാജൻ മുരുക്കുംപറ്റ, ഗോപിനാഥ് മുണ്ടിരിക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ, മറ്റ് സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ലൈറ്റ് ആൻഡ് ഹെവി വാഹനങ്ങളുടെ വാട്ടർ സർവീസ്, ഹെവി സ്ട്രക്ചർ കട്ടിംഗ്, വെൽഡിംഗ്, റിപ്പയറിംഗ്, ഡേറ്റിംഗ്, ഗ്രീസിംഗ്, പെയിൻറ്റിംഗ്, മറ്റ് അനുബന്ധ സേവനങ്ങളും സ്ഥാപനത്തിൽ ലഭ്യമാണ്. കൂടാതെ ഹെവി കംപ്രസർ, ഗ്യാസ് കട്ടർ, ആർക്ക് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ്, ആർഗൻ വെൽഡിംഗ് തുടങ്ങിയ മെഷീനറീസും പെരുമ്പനച്ചിയിൽ ലഭ്യമാണ്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം വാഹനങ്ങൾ വീട്ടിൽ നിന്നെടുത്ത് ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്ത് തിരിച്ച് എത്തിച്ചു നൽകുന്ന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന വേളയിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും തുടർന്നും സഹകരണം ഉണ്ടാകണമെന്നും പ്രൊപ്പറേറ്റർമാരായ സുനിൽ പെരുമ്പനച്ചിയിൽ, സാജൻ ജോർദാൻ, ജോർജ് തോമസ് എന്നിവർ പറഞ്ഞു. പ്രേംകുമാർ വരാൻ സംബന്ധിക്കുകയും വളരെ എത്ര തിരക്കുണ്ടായിട്ടും വരികയും ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ് പ്രേംകുമാർ, കടമ്പൂർ പള്ളി ഇടവക വികാരി അച്ഛനായ സന്തോഷ് അലക്സാണ്ടർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ്, രാധാകൃഷ്ണൻ മാസ്റ്റർ, 2ാം വാർഡ് മെമ്പർ, 5ാം വാർഡ് മെമ്പേഴ്സ്, ഇങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന വ്യാപാരി വ്യവസായി ചന്ദ്രേട്ടൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹന പരിശോധനയ്ക്കിടെ തൃത്താല SI ശശികുമാറിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒളിവിൽ പോയ പ്രതി അജീഷിനെ പിടികൂടിയത് തൃശ്ശൂരിൽ നിന്ന്. മണ്ണാർക്കാട് മയക്കുമരുന്ന് വേട്ട, വിൽപ്പനയ്ക്കെത്തിച്ച 17 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ. അരയങ്ങോട് സ്വദേശി സുഹൈലാണ് അറസ്റ്റിലായത്. ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത CPMന്റെ പഴയ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ച് PK ശശി. ഇന്ന് കമ്പ്യൂട്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ ജനം അവരെ ചങ്ങലക്കിടും. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ചുറ്റുമതിലും സൗരോർജ്ജ വേലിയും നിർമ്മിക്കും. ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലം വിട്ടു നൽകിയതിലൂടെ ലഭിച്ച തുക ഇതിനായി വിനിയോഗിക്കും. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.